മണ്ഡലത്തിൽ സജീവ പ്രചാരണവുമായി മാണി സി കാപ്പൻ എം.എൽ.എ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കടകളിലേക്ക് കയറി ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? ഇത്തവണയും പാലക്കൂടെ പിടിക്കുമോ? കാരണം 2 തവണ വിജയിപ്പിച്ചു, 3-ാം തവണയാണിത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിലും ഭൂരിപക്ഷം ഈ പ്രാവശ്യം കിട്ടും, യാതൊരു സംശയമില്ല. ഇടത് വലത് അതുപോലെ തന്നെ ഇടത് മുന്നണിയിൽ നിന്നും ജോസ് കെ മാണി മത്സരിക്കുന്നു. ബി.ജെ.പിക്ക് വേണ്ടി ഷോൺ ജോറാണ് മത്സരരംഗത്തുള്ളത്. അപ്പോൾ അവര് ഇതേ പ്രതീക്ഷ തന്നെയാണ് അവരും പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജോസ് കെ മാണി മത്സരിച്ച കഴിഞ്ഞ പ്രാവശ്യം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഞാൻ 15,378 വോട്ട് ജയിച്ചു. അതുകൊണ്ട് അതിനേക്കാൾ 1000 വോട്ടിലെങ്കിലും കൂടുതൽ ജയിച്ചിരിക്കും. തികഞ്ഞ ആത്മവിശ്വാസം നൽകാനുള്ള കാരണം എന്താണ്? 100%. കാരണം കഴിഞ്ഞ 6.5 വർഷമായിട്ട് ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് നഗര കേന്ദ്രീകൃതമല്ലാത്ത ഗ്രാമ കേന്ദ്രീകൃതമായ ഒരു വികസന പ്രവർത്തനം നടത്തി എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ അതിന്റെ കോൺഫിഡൻസ് എനിക്കറിയാം. ജോസ് കെ മാണി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം നടത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ തടസ്സം നിന്നു എന്ന് വെറുതെ പറഞ്ഞു നടക്കുകയാണ് എന്നുള്ള അത് തെറ്റിദ്ധാരണ. ഞാൻ എണ്ണി പറയാം. കളരിയാമ്മ പാലം, മരിയൻ സെൻട്രലിലെ ബൈപ്പാസ് റോഡിന്റെ പൂർത്തീകരണം, റിവർവ്യൂ റോഡ്, അരുണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ്, ഇത് എത്രയോ കാര്യങ്ങൾ അദ്ദേഹം തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ ഭംഗിയായിട്ട് നടന്നേനെ. 8 റോഡുകൾ ഭീമാൻ BC ഇവിടെ ചെയ്തു. അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് പോലും വിളിച്ചിട്ട് റിയാസ് വന്നില്ല. ഇവർ തടഞ്ഞ കാരണം അത് പബ്ലിസിറ്റി എനിക്ക് വരും. മനഃപൂർവ്വം തടയുകയായിരുന്നു വികസനങ്ങളെ ആണെന്ന് അവരുടെ ധാരണ എങ്ങനെയാ? സങ്കുചിതമായ മനസ്ഥിതിയുള്ളവർ അങ്ങനെ പെരുമാറൂ. ചോദിക്കുന്നത് മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ മണ്ഡലങ്ങളിലൊക്കെ വികസനമുണ്ട്, അപ്പൊ ഇവിടെ നടക്കാത്ത എം.എൽ.എ കഴിവുകേടാണ് എന്നാണ് അവർ പറയുന്നത്. മോൻസ് ജോസഫിന്റെ മണ്ഡലത്തിൽ ഒരു വികസനവും ഇല്ല. ഇവരാകെ 5 കോടി രൂപ ബഡ്ജറ്റ് തരും, അതിനപ്പുറം വേറെ ഒന്നും തരുന്നില്ല. തടസ്സപ്പെടുത്തുകയാണ്. 100% തടസ്സപ്പെടുത്തുകയായിരുന്നു. NDA പറയുന്നത് ഇവിടെ മത്സരം NDAയും കോൺഗ്രസും അതായത് UDF-ഉം തമ്മിലാണ് എന്നുള്ളതാണ്. അവിടെ LDF-ന് വലിയ പ്രസക്തി ഇല്ല എന്നൊരു ആ അഭിപ്രായമുണ്ടോ? അത് അവരുടെ വിശ്വാസം, ഞാനങ്ങനെ പറയുന്നില്ല. ഞാൻ മത്സരിക്കുന്നു, 2 എതിർ സ്ഥാനാർത്ഥികളുണ്ട്. ഞാനൊരു 1000 വോട്ടിന്റെ ഭൂരം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിൽ 15,370 മേളിൽ ഒരു 1000 വോട്ടെങ്കിലും ഭൂരിപക്ഷം കിട്ടും. എല്ലാ തവണ പറയുന്ന കാര്യങ്ങളും ശരിയാവാറുണ്ട്. തദ്ദേശത്തെ ആയാലും ഒക്കെ ഒരു പ്രവചനം നടത്താറുണ്ട് സീറ്റുകളിൽ. അപ്പോൾ നമ്മളോട് ആദ്യം കണ്ട സമയത്ത് പറഞ്ഞ ഒരു 80 സീറ്റ് വരെ UDF-ന് എത്തുണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും എന്താണ് ഇപ്പോൾ നിലവിൽ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ? തന്നെ അതേ സ്റ്റാൻഡ് തന്നെ നിൽക്കുകയാണ്. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ഏതാണ്ട് 100 സീറ്റിനടുത്ത് ഇപ്പോൾ കിട്ടും. പാലായുടെ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 3 ദിവസം മുമ്പോട് ചോദിച്ചാൽ കൃത്യം പറഞ്ഞുതരാം. പ്രവചനം നടത്തുന്നുണ്ട് ഇപ്പം നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതും ജനങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്നതും സ്ഥാനാർത്ഥി പര്യടന സമയത്താണ്. ആ സമയത്ത് ഇറങ്ങി വരുന്ന മുഖങ്ങൾ കണ്ട കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. ആദ്യഘട്ടത്തിലൊരു എല്ലാവരും മറ്റ് സ്ഥാനാർത്ഥികൾ ഓടുന്ന പോലെ ഓടി നടന്നിരുന്നില്ല. അത് പാലായിലെ ജനങ്ങൾ വിശ്വാസമുള്ളത് കൊണ്ടാണോ? അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ 6.5 വർഷം ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരുകയും എല്ലാ ചെറിയ പരിപാടിക്ക് പോലും വിളിച്ചാലും കൃത്യസമയമൊക്കെ എത്തുകയും ചെയ്തിട്ടുള്ള ആളാണ്. ജനങ്ങളെ ഇപ്പൊ പുതിയതായി പോയി കാണേണ്ടതില്ല എന്നുള്ളത് അതിന്റെ ആവശ്യമില്ല. അവർ നമ്മളോടുണ്ട്, അവർക്ക് നമ്മളെ അറിയാം. ഈ കതിരെ കൊണ്ട് വളം വെക്കേണ്ട കാര്യം പാലായിലില്ല. പാലായിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരായ വോട്ടർമാരാണ്. ആർക്ക് വോട്ട് ചെയ്യണോ എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു. വിജയം ഉറപ്പിച്ചു മുന്നോട്ട് 101% വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. തന്നെയാണ് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മാണി സി കാപ്പൻ MLA മുന്നോട്ട് പോകുന്നത്. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് MLA പറയുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, റിപ്പോർട്ടർ കോട്ടയം.